വന്നടാ, അവൻ വന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. വീഡിയോസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് ക്ലാസ്സിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യേണ്ടതും എത്രമാത്രം ചോദ്യങ്ങൾ അവിടുന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ മാത്സിന്റെ ടോപ്പിക് സ്പ്ലിറ്റും വെയിറ്റേജും കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എല്ലാ ചാപ്റ്റേഴ്സും മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. NTPC മാത്സിൽ 30 ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കാം. നിലവാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. 30 ചോദ്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായിരുന്നു. 5 മുതൽ 6 ചോദ്യങ്ങൾ വരെ കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. കാൽക്കുലേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻ അല്ല മനസ്സിലാക്കേണ്ടത്. അതായത് ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ചധികം കാൽക്കുലേഷൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇനി അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നാണ് നമുക്കൊന്ന് നോക്കാം. സോ ടൈം ആൻഡ് വർക്കിൽ 2 ചോദ്യങ്ങളിൽ ഒരെണ്ണം കാൽക്കുലേറ്റീവ് ആയിരുന്നു. പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ടിൽ ഒരെണ്ണം കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യം കുറച്ച് ട്രിക്കിയും കാൽക്കുലേറ്റീവ് ആയിരുന്നു. മെൻസുറേഷനിൽ അതുപോലെ ഒരു ചോദ്യം ചെറിയ കാൽക്കുലേഷൻ ഉള്ളതായിരുന്നു. സ്റ്റാറ്റ്സിൽ മീനുമായി ബന്ധപ്പെട്ട ചോദ്യം, മീൻ കണ്ടുപിടിക്കേണ്ട ചോദ്യം ഒത്തിരി ഡേറ്റ ഉള്ളതായിരുന്നു. അതുകൊണ്ട് വരെ കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. സോ ഇവിടെ 5ഓളം ചോദ്യങ്ങൾ കാണാം. സോ നമ്മൾ 28 ക്വസ്റ്റ്യൻസും ഡേറ്റ ഉള്ളതെന്ന് പറഞ്ഞു. ബാക്കി 2 ഒരെണ്ണം കൂടി കാൽക്കുലേറ്റീവ് ആണുള്ള ഒരു അസംഷനിൽ നമുക്ക് പറയാം 6 ചോദ്യങ്ങൾ വരെ കാൽക്കുലേറ്റീവ് ആണ്. സോ അതായത് 20% ചോദ്യങ്ങൾ കാൽക്കുലേറ്റീവ് ആണ്. ബാക്കി 80% ബേസിക് ലെവലിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അത്രയ്ക്ക് കാൽക്കുലേറ്റീവ് അല്ല. സോ ഒരു പക്ഷേ നിങ്ങൾ SSC ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഇതേപോലത്തെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, ഇതേ നിലവാരത്തിലുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ 25+ ഉറപ്പായിട്ടും ഷുവർ ഷോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. മേ ബി 30 ഔട്ട് ഓഫ് 30 അറ്റൻഡ് ചെയ്യാൻ സാധിച്ചേക്കാം. സോ ബേസിക് ലെവലിൽ SSC പ്രിപ്പറേഷൻ വിട്ടുകളയാ. ബേസിക് ലെവലിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിൽ, അത്യാവശ്യം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതേ നിലവാരത്തിലുള്ള ഷിഫ്റ്റിൽ നിങ്ങൾക്ക് 25+ സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ അതിന് ടെൻഷൻസ് ഒന്നും വേണ്ട. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് പോയാൽ മതി. ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും പറയുന്നുണ്ടാവില്ല. മാത്ത് ഈസി ടു മോഡറേറ്റ് ആണ്. ഈ മോഡറേറ്റ് എന്ന് വരാൻ കാരണം കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. സോ ബേസിക് ലെവലിൽ നിങ്ങൾ തറവാണെങ്കിൽ, അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതേ നിലവാരത്തിൽ വരികയാണെങ്കിൽ നല്ല രീതിയിൽ മാത്സ് എഴുതാൻ സാധിക്കുന്നുണ്ടാവും. ഇനി NTPC എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ല ആശംസിക്കും.